ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എന്താണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൽ സേമിയ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ഗ്യാസ് കത്തിച്ചതിന് ശേഷം പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ സേമിയ ഇട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പാൽ വേണ്ടത് അത്രയും തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അത് വേവിച്ചെടുക്കണം. ഈ ഒരു പരിവായി വരണം കേട്ടോ. ഇത് കോൺഫ്ലവറും പാലും മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പാൽ കുറവായപ്പോൾ കുറച്ചുകൂടി പാൽ അതിന് മുന്നേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അധികം കുറുകാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാത്ത ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. അത് തണിയാൻ വെച്ചതിന് ശേഷം ഞാൻ പോംഗ്രാനൈറ്റ് ഒക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പഴവും അതേപോലെ തന്നെ കറുത്ത മുന്തിരിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് നമ്മളെ കൈമേലുള്ള ഫ്രൂട്ട്സ് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഒരു 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് രാവിലെ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ വൈകുന്നേരമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതാ കഴിച്ച് നോക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നി ഫസ്റ്റ് ഉണ്ടാക്കിയതിനേക്കാളും മധുരം കുറവാണ്. വേറെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ വെച്ച് വരുന്നവരെ ബൈ ബൈ.